അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായും അമേരിക്കയിൽ ഈ കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അമേരിക്കൻ തെരുവുകൾ കത്തുകയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും കാര്യമാക്കാതെ ഈ പ്രതിഷേധക്കാരെ മുഴുവൻ സർവ്വശക്തിയും എടുത്ത് അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇതേ പ്രതിഷേധം അയർലൻഡിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അയർലൻഡിൽ ഈ പ്രതിഷേധം വ്യാപിച്ചിരിക്കുകയാണ്. ആൻറ്റി ഇമിഗ്രൻ്റ് റൈറ്റാണ് അയർലൻഡിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആൻറ്റി ഇമിഗ്രൻ്റ് റയറ്റ്, ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള റയറ്റാണ് അവിടെ നടക്കുന്നത്. എന്തായാലും അവിടെ കുടിയേറ്റക്കാരായി കയറി വന്ന പല ആൾക്കാരെയും അയർലൻഡിലുള്ള അവിടെയുള്ള സിവിലിയൻസ് വളരെ വലിയ രീതിയിൽ ഈ കലാപത്തിലൂടെ ദ്രോഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവരെ തെരുവിൽ കണ്ടാൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ വയലേഷൻ കാരണം ചിലപ്പോൾ നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല. എങ്കിലും ഇത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കാണിക്കുന്നതാണ്. ഇല്ലീഗൽ ഇമിഗ്രൻസ് ഹാവ് അലിഗഡ്ലി റേപ്ഡ് എ മൈനർ ഐറിഷ് ഗേൾ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അതായത് അയർലൻഡിൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരു ഐറിഷ് ഗേളിനെ അവിടെ വന്ന ഒരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് റേപ്പ് ചെയ്തു എന്നുള്ള ഒരു അഭ്യൂഹത്തെ തുടർന്നാണ്, ഒരു വാർത്തയെ തുടർന്നാണ് അയർലൻഡിൽ വലിയ രീതിയിൽ ഇവർക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അയർലൻഡ് പീപ്പിൾ സേ ദേ വോണ്ട് അലോ ഡെമോഗ്രഫി ഓഫ് ദ കൺട്രി ടു ചേഞ്ച്. അതായത് നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സ്, നമ്മുടെ രാജ്യത്തെ ഡെമോഗ്രഫി ഇതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന കടുംപിടുത്തത്തിലാണ് അയർലൻഡുകാർ സമ്പൂർണ്ണമായി തെരുവിലിറങ്ങി അവിടെ കയറിയിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ, ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ വലിയ രീതിയിലുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കലാപം നടത്തുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ഹിറ്റിംഗ് ദ സ്ട്രീറ്റ്സ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇമിഗ്രേഷൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് വലിയ ഒരു ജനക്കൂട്ടമാണ് അവിടെ ഈ തെരുവുകളിൽ വലിയ രീതിയിൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തുന്നത്. പ്രക്ഷോഭം ചില സമയത്ത് അക്രമാസക്തമാകുന്നുണ്ട്. പോലീസ് ഇവർക്ക് നേരെ ആയുധങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലീസിനെയും ഇവർ നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ അഭയാർത്ഥികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അവർ പീഡിപ്പിക്കും, നമ്മുടെ സന്തുലിതാവസ്ഥ തകർക്കും, മതപരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് അവരവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.